ഹായ് ഫ്രണ്ട്സ്, നല്ല ഒരു ബീഫ് ബിരിയാണിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നോക്കണേ. 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് എന്നിട്ട് ആ വെള്ളത്തിൽ നിന്നും ഊറ്റിക്കോരിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് ഉപ്പ് പൊടി, കാരണം ഉപ്പ് അപ്പോഴപ്പോഴേ ഇടുന്നതുകൊണ്ട് എപ്പോഴും കുറച്ചാണ് ഇടേണ്ടത്. എന്നിട്ട് അതിന് നന്നായിട്ട് വിരവിയിട്ട് വെളിച്ചെണ്ണ വീഴ്ത്തി ഇതുപോലെ ലൈറ്റായിട്ട് ആ മുളകിൻ്റെയും മഞ്ഞയുടെയും പച്ച നാറ്റം മാറുന്നത് ഒരു ലൈറ്റ്, അല്ലെങ്കിൽ മൂത്താലേ കൊള്ളൂല ബിരിയാണിയല്ലേ, നല്ല സോഫ്റ്റായിരിക്കണേ ഇറച്ചി. എന്നിട്ട് 2 സവാള ഉള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്, 2 നന്നായിട്ട് പഴുത്ത തക്കാളി അരിഞ്ഞത്, ക്യാരറ്റ്, വലിയ പച്ചമുളകാണ്, വെള്ള പച്ചമുളക്, എന്നിട്ട് പുതിനായും മല്ലിക്കീരയും കൊത്തി അരിഞ്ഞതാണ്, എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കിയതാണ്, എന്നിട്ട് തൈര്, ഇതിനാവശ്യമായ തൈരുണ്ട്. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഇതിന് വീത്തേണ്ടത്. വെളിച്ചെണ്ണ വീത്തിയിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും സവാള ഉള്ളിയും തക്കാളിയെയും അതിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വശക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇതിലിടേണ്ട ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി അവിച്ച് വെച്ചില്ലേ വെള്ളം, അത് ഇതിലേക്ക് വീത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. അതിൽ നമ്മൾ ഉപ്പിട്ടതുകൊണ്ട് നമ്മൾ ഈ വശക്കുന്നതിൽ ഉപ്പിടാൻ പാടില്ല. ലാസ്റ്റിൽ നമ്മൾ ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കിയതിന് ശേഷം ആണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഇതൊന്ന് ലൈറ്റായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ വച്ചേക്കുന്ന ഇഞ്ചി പൂണ്ട് പേസ്റ്റിങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വശക്കണേ. എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ച പച്ചമുളക് അതിൽ, കാരണം അത് നന്നായിട്ട് ഇതാവണ്ട, എല്ലാം കൂടെ മിക്സായിട്ട് നമ്മൾ ബിരിയാണിയിൽ അത് ഒന്നൊന്നായിട്ട് കിടക്കണം, അതുകൊണ്ടാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ മസാല ഇട്ട് കൊടുക്കണേ. 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ പെരുംജീരകപ്പൊടി, അടുത്ത ഇറച്ചി മസാല 1 സ്പൂണ്, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂക്കുന്നത് വരെ നന്നായിട്ട് വശക്കി കൊടുക്കണേ. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, കാരണം പച്ചനാറ്റമൊക്കെ പോണേ. നല്ല ടേസ്റ്റാണ് കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ഞാൻ ചെയ്യുന്നതാണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും വലിയ ഇതൊന്നുമില്ല, അതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. നന്നായിട്ട് മസാലിൻ്റെ ആ സ്മെല്ലൊക്കെ മാറിയ ശേഷം നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളം മാറ്റി വെച്ചിരിക്കില്ല, അത് എടുത്ത് ഇതിലേക്ക് കുറച്ച് വീത്തി കൊടുക്കണം. കാരണം കുറേശ്ശെ വീത്തണം, ഒരുപാട് വെള്ളമാവാൻ പാടില്ലല്ലോ. ചോറിന് ഇടാൻ ദമ്മ് ആക്കി വെക്കേണ്ട ബിരിയാണിയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ട് കുറച്ച് തൈര് ആവശ്യത്തിന് വീത്തി കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കണേ. എന്നിട്ട് മല്ലിക്കീരയും പുതിനയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സായതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന ഈ ഇറച്ചി പീസുകളെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നന്നായിട്ട്, എന്നിട്ട് ഇതിന് കുറച്ച് വെള്ളം കുറവുണ്ട്. ഈ കുറച്ചുകൂടെ എനിക്ക് ഈ ബീഫ് വേവിച്ച വെള്ളമുണ്ട്, അതും കൂടെ ഞാൻ ഇതിലേക്ക് വീത്തുകയാണ്. പക്ഷേ അത് വീഡിയോയിൽ കാണുന്നില്ല. അതും കൂടെ വീത്തിയിട്ട് നന്നായിട്ട് ഇതാക്കണ്ട, ഒരു നല്ല കുഴമ്പ് പരുവമല്ല, ഒരു റോസ്റ്റ് പരുവമല്ല, അങ്ങനെ ഒരളവിൽ വയ്ക്കണം. നല്ല ടേസ്റ്റാണ്. ഇതിനെ അടച്ച് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇതിന് ചോറ് വയ്ക്കാം. ഞാൻ ഒരു കുക്കർ കഴുകി വെച്ചിട്ട് അതിൽ 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. കാരണം 1/2 കിലോ ബീഫല്ലേ, 1/2 കിലോ അരിയാണ്. ബിരിയാണി അരിയല്ല, പൊന്നി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം എല്ലാവരുടെ വീട്ടിലും ബിരിയാണി അരി ഉണ്ടാവില്ലല്ലോ. ഇന്ന് നമ്മുടെ വീട്ടിലും ബിരിയാണി അരി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പൊന്നി അരി വെച്ച് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1/2 കിലോ അളവിൽ ഞാൻ അരി എടുത്ത് ഒരു പാത്രത്തിൻ്റെ അളവിൽ 2 അളവ് വെള്ളമാണ് വീത്തിയിട്ടുള്ളത്. നമ്മൾ ബിരിയാണി വയ്ക്കും പോലെയാണ്. എന്നിട്ട് കുക്കറിൽ വെച്ച് ഒരൊറ്റ വിസിലാണ്. കണ്ട, ചോറ് നല്ല പഴം പോലെ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടുപ്പത്തെ ഒരു ചട്ടി വെച്ചിട്ട് ദോശക്കല്ലെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത് ചോറ് ദമ്മിടണമല്ലോ ബിരിയാണി. അപ്പോൾ അതിൻ്റെ ഒരു ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചേക്കാണ്, തീ കത്തിച്ചിട്ടില്ല. എന്നിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഫസ്റ്റിൽ വീത്തിയിട്ട് ഇനി അടുത്ത് അതിലേക്ക് ചോറ് കുറേശ്ശെ ഇട്ടിങ്ങനെ നല്ല ഒലച്ചിട്ട് കൊടുക്കണം. കാരണം ഇതെല്ലാം ദമ്മായി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് വെച്ച് കഴിച്ച് നോക്കണം, അത്ര അടിപൊളിയാണ്. എന്നിട്ട് കുറച്ച് തേങ്ങ എണ്ണയിൽ മഞ്ഞ കളർ ഫുഡ് പൊടിയാണ്, അതിട്ട് കുറച്ചിങ്ങനെ വീത്തിയിട്ട് വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല അതിലേക്ക്
നല്ല നിരത്തിയിട്ട് കൊടുക്കണേ. നിരത്തിയിട്ടിട്ട് വീണ്ടും അടുത്ത അടുക്ക് വീണ്ടും ചോറും ഇറച്ചിയും തീരുന്നത് വരെ നമ്മൾ ചോറിട്ടിട്ട് മസാല ഇട്ട് കൊടുക്കണം. മസാല ഇട്ടിട്ട് വീണ്ടും ചോറിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ്, തേങ്ങ എണ്ണ എല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഈ മഞ്ഞ കളറിൽ ഞാൻ തേങ്ങ എണ്ണയിൽ ചേർത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ഓരോ തുള്ളിക്കൊക്കെ വീത്തിയിട്ട് കണ്ട പശു നെയ്യൊക്കെ അതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ വീത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതിൻ്റെ പുറത്തുകൂടെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇവിടെ ഉള്ളിയൊന്നും പൊരിച്ചിടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടാലേ കൊള്ളാവും. കാരണം ഉള്ളിയൊക്കെ ഇട്ടാൽ ഇവിടെ ആർക്കും പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇടും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കണ്ട ക്യാരറ്റും മല്ലിക്കീര പുതിന എല്ലാം ആവശ്യത്തിന് ഇട്ടാൽ മതി. കാരണം ഒരുപാട് അങ്ങ് വാരിയിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ദോശകല്ല് അടുപ്പത്ത് വെച്ചില്ലേ, അതിൽ തീയൊക്കെ കത്തിച്ചിട്ട് ഇത് അതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്ന് ദമ്മാവണമെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് സെറ്റായി ബിരിയാണി അടിപൊളിയാവുള്ളൂ. കണ്ട നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അടുപ്പ് ഓഫാക്കി ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അങ്ങനെ വയ്ക്കുമ്പോഴേ ചൂടെല്ലാം അങ്ങനെ അമഞ്ഞ് നല്ല സെറ്റായിട്ടിരിക്കും. നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ബിരിയാണി ആണെങ്കിൽ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ വെച്ച് കഴിക്കണേ. കാരണം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ബിരിയാണിയുടെ ആവശ്യമില്ല. ഡപ്പി അരിയോ റേഷൻ അരിയിൽ വരെ ഇങ്ങനെയൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് കഴിച്ച് നോക്കണേ. വെച്ച് ഭയങ്കര ടേസ്റ്റാണ്. കണ്ട നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം മതി. കാരണം ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടും. അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണേ. ബായ്.